വൈകുന്നേരത്തെ ചായേൻ്റെ കൂടെ കഴിക്കാൻ പുറംഭാഗം നല്ലോണം മൊരിഞ്ഞ് അകം നല്ല സോഫ്റ്റ് ആയിട്ടുള്ളൊരു നാടൻ പഴംപൊരി ഉണ്ടാക്കിയാലോ. മൈദപ്പൊടിയിലേക്ക് കുറച്ച് അരിപ്പൊടിയും മധുരത്തിനുള്ള പഞ്ചസാരയും കുറച്ച് മഞ്ഞൾപ്പൊടിയും ഒരു നുള്ളുപ്പും കൂടെ ചേർത്തിട്ടൊന്ന് മിക്സ് ചെയ്യാം. ഇതിലേക്ക് വെള്ളമൊഴിച്ച് കട്ടകളില്ലാതെ നല്ലോണം ഒന്ന് കുഴച്ചെടുക്കാം. ഇപ്പം പഴംപൊരി ഉണ്ടാക്കാനുള്ള മാവ് റെഡി ആയിട്ടുണ്ട്. ഈ ഒരു മാവ് കുറച്ച് നേരം ഒന്ന് പൊങ്ങാനായിട്ട് വെക്കുക. എന്നിട്ട് പഴംപൊരി ഉണ്ടാക്കുകയാണെങ്കിൽ നല്ല സോഫ്റ്റ് ആയിട്ടുള്ള പഴംപൊരി കിട്ടും. അതേപോലെ തന്നെ നമുക്ക് ഈ മാവ് കലക്കിയ ഉടനെ നല്ല സോഫ്റ്റ് ആയിട്ടുള്ള പഴംപൊരി ഉണ്ടാക്കണം എന്നുണ്ടെങ്കിൽ കലക്കി വെച്ച മാവിലേക്ക് നമ്മൾ പഴം മുറിച്ച് അത് മുക്കുന്നതിൻ്റെ തൊട്ട് മുന്നേ ആയിട്ട് ഒരു നുള്ള് ബേക്കിംഗ് സോഡ ചേർത്ത് കൊടുക്കുക. ഇനി നല്ല പഴുത്ത നേന്ത്രപ്പഴം എടുത്ത് ഓരോ പഴവും നീളത്തിൽ 4 മുറിച്ചെടുക്കുന്നുണ്ട്. എന്നിട്ടിത് കലക്കി വെച്ച മാവിലേക്ക് മുക്കിയെടുക്കാം. മാവ് പഴത്തിൻ്റെ 2 ഭാഗത്തേക്കാവണം. നമ്മൾ മുക്കിയെടുക്കുമ്പോൾ താഴേക്ക് ഊരിപ്പോകരുത്. ആ ഒരു കട്ടിയിൽ വേണം നമ്മൾ കുഴച്ചെടുക്കാൻ. പിന്നെ പെട്ടെന്ന് തന്നെ ഉണ്ടാക്കുകയാണെങ്കിൽ ബേക്കിംഗ് സോഡ ചേർക്കണം എന്ന് പറഞ്ഞല്ലോ, ഒരു നുള്ളു ചേർക്കുക. എന്നിട്ട് മിക്സ് ചെയ്തിട്ട് അതിലേക്ക് വേണം പഴം മുക്കിയെടുക്കാൻ. ഇനി ഇത് നല്ലോണം ചൂടായിരിക്കുന്ന എണ്ണയിലേക്ക് ഇട്ടിട്ട് ഫ്രൈ ആക്കി എടുക്കാം. എണ്ണയിലേക്കിട്ട് ഒരു ഭാഗം നല്ല ഗോൾഡൻ കളർ ആയിട്ടുണ്ടെങ്കിൽ തിരിച്ചിട്ട് കൊടുക്കാം. 2 ഭാഗം ആയി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ എണ്ണയിൽ നിന്ന് കോരിയെടുക്കാം. ഇതേപോലെ എല്ലാ പഴംപൊരി ഉണ്ടാക്കിയെടുക്കാം. പിന്നെ ഇത് നമുക്ക് ഗോതമ്പ് പൊടി വെച്ചിട്ട് ഉണ്ടാക്കാം. അതുപോലെ ദോശമാവൊക്കെ ചേർത്തിട്ട് സോഫ്റ്റ് ആക്കി എടുക്കുകയൊക്കെ ചെയ്യാവുന്നതേ ഉള്ളൂ. അപ്പോൾ ഈ ഒരു പഴംപൊരീൻ്റെ റെസിപ്പിയോ മെഷർമെൻറ്റോ എന്തെങ്കിലും ആർക്കെങ്കിലും വേണമെന്നുണ്ടെങ്കിൽ ചോദിച്ചാൽ മതി, അയച്ചു തരാം.